നമ്മൾ അന്താരാഷ്ട്ര മേഖലയിലുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ ഇന്ത്യക്കെതിരെ വലിയ നീക്കങ്ങളുമായിട്ട് അമേരിക്ക വരുന്നു എന്ന സൂചന ലഭിക്കുന്നുണ്ട്. ഇന്ത്യക്കെതിരെ 500% ടാക്സ് അടപ്പിക്കാനായിട്ടുള്ള ഒരു ബില്ല് കൊണ്ടുവരാൻ ഉള്ള അനുവാദം ട്രംപ് നൽകിയെന്നാണ് അറിയപ്പെടുന്നത്. ഇത്ര കടുത്ത ശത്രുത ഇന്ത്യക്കെതിരെ എന്തുകൊണ്ട് അമേരിക്ക പുലർത്തുന്നു? അതായത് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ഈ വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യക്കെതിരായ ആരോപണം. അതിൻ്റെ പേരിലാണ് 25% തീരുവ ചുമത്തിയത്. ട്രംപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് അവിടുത്തെ ഈ എക്സോൺ പോലുള്ള ഈ എണ്ണ ഭീമന്മാരുണ്ട്, വലിയ എണ്ണ കമ്പനികൾ. ആ എണ്ണ കമ്പനികളിൽ നിന്ന് പൈസ വാങ്ങിച്ചിരുന്നു, തെരഞ്ഞെടുപ്പ് ഫണ്ട്. അപ്പോൾ അങ്ങോട്ട് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുക്കേണ്ടതല്ലേ, അതല്ലേ എൻ്റെ ന്യായം. അപ്പോൾ അതുകൊണ്ട് ആ എണ്ണ കമ്പനികളുടെ എണ്ണ ഇന്ത്യ വാങ്ങിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഈ റഷ്യയിൽ നിന്നുള്ള ചീപ്പ് എണ്ണ വില കുറച്ച് കിട്ടുന്നുണ്ട്, നമുക്കതിൽ താല്പര്യമുണ്ട്. നമ്മളത് ഇപ്പോൾ നയാറ എനർജി എന്ന് പറഞ്ഞിട്ട് ഗുജറാത്തിലെ ഒരു എണ്ണ കമ്പനി ഉണ്ട്. റഷ്യൻ കമ്പനിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുമായിട്ട് കൊളാബറേറ്റ് ചെയ്യണം. അതെ, അത് അതിൻ്റെ 50%-ഓളം ഓഹരി റഷ്യയുടെ പ്രധാനപ്പെട്ട എണ്ണ ഭീമൻ ആണ് അതിൻ്റെ ഓഹരി. അപ്പോൾ റഷ്യക്ക് വലിയ ഷെയറുള്ള ഒരു എണ്ണ കമ്പനി, ശുദ്ധീകരണ കമ്പനി റഷ്യയിൽ നിന്നുള്ള എണ്ണയല്ലാതെ അമേരിക്കയിൽ നിന്നുള്ള എണ്ണ എന്തിനാണ് മേടിക്കുന്നത്? പിന്നെ അവിടുത്തെ റിലയൻസ്, ഇവരൊക്കെ റഷ്യയിൽ നിന്നാണ് കൂടുതലും വാങ്ങിച്ചു കൊണ്ടിരുന്നത്. ഇപ്പം അത് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കുറച്ച് കുറഞ്ഞിട്ടൊക്കെ ഉണ്ട് ഈ അമേരിക്കയിൽ നിന്നുള്ള ഭീഷണി കാരണം. നമ്മൾ യുക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ 1% മാത്രമേ എണ്ണ വാങ്ങിച്ചിരുന്നുള്ളൂ ഈ റഷ്യയിൽ നിന്ന്. അത് പിന്നീട് 40%, യുക്രൈൻ യുദ്ധം നടക്കുമ്പോൾ ഇത് 40%-ആയിട്ട് കൂടി. കാരണം ഉപരോധമുണ്ട് റഷ്യക്കെതിരെ, ആഗോള ഉപരോധമുണ്ട്. അപ്പോൾ റഷ്യയിൽ നിന്ന് വേറെ ആരും എണ്ണ മേടിക്കുന്നില്ല. ചൈന, നമ്മൾ, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ അവരുമായിട്ട് സഹകരിക്കുന്നുള്ളൂ. അങ്ങനെ നമുക്കതുകൊണ്ട് ഒരുപാട് ഗുണം കിട്ടി. നമുക്ക് നമ്മുടെ അടിസ്ഥാന സൗകര്യ പദ്ധതികളിലുമൊക്കെ മുടക്കാനായിട്ട് വലിയ ലാഭമൊക്കെ അതിൽ നിന്നുണ്ടായി. അപ്പോഴാണ് ഈ ട്രംപിന് ചൊറിഞ്ഞത്. ഇതാണ് അതിൻ്റെ രാഷ്ട്രീയം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കപ്പൽ, റഷ്യൻ പതാകയുള്ള എണ്ണക്കപ്പൽ അമേരിക്ക പിടിച്ചടക്കി. അത് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഈ പുതിയ വാർത്ത, അതിൻ്റെ അകത്ത് 3 ഇന്ത്യക്കാർ ആ കപ്പലിലുണ്ട്. അതിൽ മലയാളികളുണ്ട്. അതറിയില്ല, ഇന്ത്യക്കാരുണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് സാധാരണഗതിയിൽ മലയാളികൾ വരും. പക്ഷെ പേര് ആ 3 പേരുടെ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. യുക്രൈൻകാരാണ് കൂടുതൽ അതിൻ്റെ അകത്ത് നാവികരായിട്ടുള്ളത്. 10-25 പേര് യുക്രൈൻകാരുണ്ട്, 3 ഇന്ത്യക്കാർ ഉണ്ട്. അപ്പോൾ അങ്ങനെയും യുദ്ധം നടക്കുന്നുണ്ട്. കടലിൽ എണ്ണയുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് അമേരിക്ക. കാരണം വെനസ്വേലയിൽ നിന്നും മദൂറോയെ പിടിച്ചുകൊണ്ടുപോയത് എന്താണ്? അവിടുത്തെ എണ്ണപ്പാടങ്ങൾ ദേശസാൽക്കരിച്ചിട്ടുണ്ട്. അത് പറ്റില്ല. അമേരിക്കയ്ക്ക് അവിടുത്തെ എണ്ണ കുത്തക വേണം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ എണ്ണ നിക്ഷേപമുള്ളത് സൗദിയിലൊന്നുമല്ല, വെനസ്വേലയിലാണ്. അത് ടാപ്പ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് ഇനി അമേരിക്കൻ കമ്പനികൾ അവിടെ നിക്ഷേപിക്കും എന്നുള്ളതാണ് മദൂറോയെ പിടിച്ചു കൊണ്ടുപോയതിൻ്റെ രാഷ്ട്രീയം. മദൂറോ വലിയ സത്യസായിബാബ ഭക്തനായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ ബാബയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ബാബ ഭക്തിയാണ് അദ്ദേഹത്തെ അപകടത്തിലാക്കിയത്. കാരണം CIAക്കാർക്ക് വളരെ എളുപ്പത്തിൽ ഭക്തന്മാരായിട്ട് അവിടെ ചെല്ലാൻ പറ്റി എന്നാണ് പൊതുവെ അങ്ങനത്തെ ഒരു വാർത്തയും കൂടി ഉണ്ടല്ലേ അതിൻ്റെ. അപ്പോൾ റഷ്യ ഉപരോധ ബിൽ അതാണ് വരുന്നത്. റഷ്യ ഉപരോധ ബില്ലിന് ട്രംപിൻ്റെ അനുമതി കിട്ടി. സെനറ്റർ ലിൻസെ ഗ്രഹാം ആണ് ഈ ബില്ല് അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ റഷ്യ ഉപരോധ ബില്ലിലാണ് ഇന്ത്യയുടെ പേരുള്ളത്. അപ്പോൾ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾ, അത് ഈ ബില്ലിൽ പേര് പറഞ്ഞു തന്നെ വന്നിട്ടുണ്ട്. പുട്ടിൻ്റെ യുദ്ധ മെഷീൻ ഉണ്ടല്ലോ, യുദ്ധയന്ത്രം, അതിനെ ചലിപ്പിക്കുന്നത് ഇന്ത്യയും ചൈനയും ബ്രസീലും ഒക്കെ എണ്ണ വാങ്ങിച്ചിട്ട്
ആണ്. കാശ് കൊടുത്തിട്ടാണ് ഇന്ത്യ കാശ് കൊടുത്തിട്ടാണ് യുക്രൈനെതിരെ യുദ്ധം ചെയ്യുന്നത് എന്നുള്ളതാണ് അമേരിക്ക പറയുന്നത്. പക്ഷെ അമേരിക്ക പല സാധനങ്ങളും റഷ്യയിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. യുറേനിയം ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. അതായത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവരവിടെ നിന്ന് വാങ്ങിക്കും. അതെ, മേടിക്കും. നമുക്കെതിരെയാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെനറ്റ് ബജറ്റ് കമ്മിറ്റി ചെയർമാനാണ് ഈ ലിൻസെ ഗ്രഹാം. അയാൾ ചൈനയുടെ പേരും ഇന്ത്യയുടെ പേരും ബ്രസീലിൻ്റെ പേരും ഈ ബില്ലിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അയാൾ ഇന്ത്യ വിരുദ്ധന, മുമ്പ് ട്രംപ് വിരുദ്ധനുമായിരുന്നു. 2017 മുഴുവൻ ട്രംപ് അനുകൂലിയായി, 17 മുതൽ. അപ്പോൾ ജനുവരി 5 ഈ മാസം അവിടുത്തെ ഇന്ത്യൻ സ്ഥാനപതി അമേരിക്കയിലെ വിനയ് ഗ്വാത്ര നമ്മൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങിക്കുന്നത് കുറയ്ക്കാമെന്ന് പറഞ്ഞതായിട്ട് ലിൻസെ ഗ്രഹാം പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ട്രംപ് മോദിക്കെതിരെ കുറേ വർത്തമാനം പറഞ്ഞിരുന്നു. മോദിക്ക് ഞാൻ ഹാപ്പി അല്ല എന്നറിയാം, സാറേ ഞാൻ വന്ന് കാണട്ടെ എന്നെന്നോട് ചോദിച്ചു എന്നൊക്കെ മോദിയെ പുച്ഛിച്ചിരുന്നു. നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രതികരിക്കേണ്ട എന്നാണ് ഇന്ത്യയുടെ തീരുമാനം. ഓരോരുത്തർ വിടുവായത്തം പറയുന്നതിന് നമ്മൾ എന്ത് ചെയ്യാനാണ് എന്നുള്ളതാണ്. അപ്പോൾ യുക്രൈൻ കുറേ ഇളവുകൾ, ഇപ്പോൾ വെടിനിർത്തൽ വേണമല്ലോ, സമാധാനം വേണം. യുക്രൈൻ കുറേ ഇളവുകൾക്ക് തയ്യാറായിട്ടുണ്ട്. പുടിൻ ട്രംപിന് വഴങ്ങുന്നില്ല. അതുകൊണ്ടാണ് ഈ റഷ്യൻ ഉപരോധ ബിൽ മൂവ് ചെയ്യാൻ പോകുന്നത്. അത് റഷ്യയുടെ കൂടെയുള്ള രാജ്യങ്ങളെ ശിക്ഷിക്കുമെന്ന് ബില്ലിൽ പറഞ്ഞിട്ടുണ്ട്. അടുത്ത ആഴ്ച ആദ്യം ഈ ബില്ല് അവതരിപ്പിക്കും. അടുത്ത ആഴ്ച ആദ്യം എന്ന് പറയുമ്പോൾ ഇനി 2-3 ദിവസമേ ഉള്ളൂ. ഇന്ത്യക്കെതിരെ 500% വരാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ സാങ്ഷനിങ് റഷ്യ ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. അപ്പോൾ ഈ ബില്ല് അവതരിപ്പിക്കുന്നത് ലിൻസെ ഗ്രഹാമും റിച്ചാർഡ് ബ്ലൂമെന്താളും കൂടിയിട്ടാണ്. 2 സെനറ്റർമാർ. എണ്ണ, ഗ്യാസ്, യുറേനിയം തുടങ്ങി എല്ലാ ഇറക്കുമതിയും ഇത് ബാധിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ താരിഫ് കൂട്ടും, സെക്കൻഡറി സാങ്ഷൻസ് ഉപരോധങ്ങളും ഇന്ത്യക്കെതിരെ വന്നു എന്ന് വരാം. 2025 ഓഗസ്റ്റിലാണ് 25% തീരുവ ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ചത്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി കുറച്ചിട്ടുണ്ട്. 18% കുറവ് വന്നിട്ടുണ്ട് ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള കാലത്ത്. അപ്പോൾ 50% താരിഫാണ് ഇന്ത്യക്കെതിരെ പിന്നെ ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ താരിഫ് ചുമത്തപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. അപ്പോൾ ഇതിൻ്റെ കൂടെ ട്രംപ് പറഞ്ഞിരുന്നു, നമ്മുടെ അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾക്ക് 5 കൊല്ലം കാത്തു എന്ന് ഞാൻ ഫോൺ വിളിച്ചപ്പോൾ മോദി പറഞ്ഞിരുന്നു. 68 എണ്ണം ആണ് നമ്മളോട് ചോദിച്ചിരുന്നത്. ഇത് പച്ചക്കള്ള. 68 എണ്ണം അല്ല അപ്പാച്ചെ ഹെലികോപ്റ്റർ, 28 എണ്ണമാണ്. അത് അയാൾക്ക് കണക്ക് തെറ്റിയതാണ് ട്രംപിന്. IAFന് വ്യോമസേനയ്ക്ക് 22, പട്ടാളത്തിന് 6, 8 എണ്ണം. ഇതെല്ലാം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഏറ്റവും ഒടുവിലത്തെ ഡിസംബറിൽ കിട്ടി. അത് ഇങ്ങോട്ട് യാത്ര ചെയ്യുമ്പോൾ തുർക്കി വ്യോമസേന തുർക്കി പറഞ്ഞു, തുർക്കി വഴി അപ്പാച്ചെ ഹെലികോപ്റ്റർ ഇന്ത്യക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇത് മടങ്ങിപ്പോയി വേറെ റൂട്ട് വഴിയാണ് ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത് അപ്പാച്ചെ ഹെലികോപ്റ്ററുകൾ. ഇത് ഒബാമയുടെ കാലത്താണ് നമ്മൾ കരാർ ഒപ്പിട്ടിരുന്നത്. 2015 സെപ്റ്റംബറിൽ ട്രംപിൻ്റെ ആദ്യ ഊഴത്തിൽ ഇത് കിട്ടാൻ തുടങ്ങി. 6 എണ്ണം 2020 ഫെബ്രുവരിയിൽ ട്രംപിൻ്റെ ആദ്യ ഊഴത്തിൽ കിട്ടി. അവസാനം ഇപ്പോൾ ഡിസംബറിലും കിട്ടി 6 എണ്ണം. അപ്പോൾ ബുധനാഴ്ച ലക്സംബർഗിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ പറഞ്ഞിരുന്നു, ചില രാജ്യങ്ങൾ അവരുടെ ഉള്ളിലേക്ക് നോക്കുന്നില്ല, സ്വന്തം രാജ്യത്ത് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് അവർ മറക്കുന്നു. അവർക്ക് സ്വന്തം രാജ്യവും സ്വാർത്ഥതയും മാത്രമേ ഉള്ളൂ, മറ്റു കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ല. ഓസിന് ഞങ്ങളെപ്പോലുള്ള രാജ്യങ്ങൾക്കൊക്കെ ഉപദേശവും തന്നുകൊണ്ടിരിക്കുന്നു എന്ന് ജയശങ്കർ പറഞ്ഞു. അത് ട്രംപിനിട്ട് കുത്തിയതാകാനാണ് സാധ്യത. അപ്പോൾ ഇനി നമുക്കെതിരെ 50% താരിഫ് അമേരിക്ക പ്രഖ്യാപിച്ചല്ലോ. നമ്മുടെ വളർച്ച, നമ്മുടെ GDP വളർച്ച കീഴ്പോട്ട് പോവും എന്ന്
ലോകബാങ്കിൻ്റെയൊക്കെ പ്രവചനം ഉണ്ടായിരുന്നു. 6% താഴേക്ക് വരുന്നൊക്കെ തെറ്റിപ്പോയി. ഇന്ത്യ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളുടെ വളർച്ച ഈ സാമ്പത്തിക വർഷം 7.4% ആയിരിക്കും എന്നാണ് റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പ്രവചനം. ജൂലൈ സെപ്റ്റംബർ ക്വാർട്ടറിൽ 8.2% നമ്മുടെ വളർച്ച. നിർമ്മാണ സേവന മേഖലകളിലൊക്കെ വലിയ വളർച്ചയായിരുന്നു. അപ്പോൾ ഉർവശി ശാപ ഉപകാരം എന്ന് പറഞ്ഞ പോലെ ട്രംപ് കൂടുതൽ ഇറക്കുമതി തീരുവ ചുമത്തും തോറും ഇന്ത്യ കൂടുതൽ വളർച്ച നേടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ GST ഒരു പരിഷ്കരണം വളർത്തി. ബ്രിട്ടനുമായിട്ട്, ന്യൂസിലൻഡുമായിട്ട്, ഒമാനുമായിട്ടൊക്കെ നമ്മൾ വാണിജ്യ കരാറുകൾ ഒപ്പുവെക്കുകയൊക്കെ ചെയ്തു. ചൈനയുമായിട്ട് നല്ല ബന്ധത്തിൽ പോകുന്നു. ഇതൊക്കെയാണ് കാരണം. അതായത് ഇതൊരു ഉപശീശാവും പോലെ നമുക്ക് ഉപകാരമായി തീരുന്നു എന്നുള്ളതാണ്. അതായത് എത്രമാത്രം അമേരിക്ക നമുക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുവോ നമ്മൾ അതിന് പകരം ബദൽ മാർഗങ്ങൾ കണ്ടെത്തുകയും അങ്ങനെ കണ്ടെത്തി മുന്നേറുമ്പോൾ നമ്മളുടെ പൊതുവെയുള്ള വളർച്ചയും വികാസവും കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്യുന്നത്. അതങ്ങനെ തന്നെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയേണ്ടതാണ്. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.